പ്രിയ സഹോദരങ്ങളെ, ഞാൻ വീണ്ടും നിങ്ങളുടെ മുൻപിൽ വരികയാണ് രാഷ്ട്രീയ ഡ്രാമകളെക്കുറിച്ച് പറയാനായിട്ട്. ഇന്ന് നിങ്ങൾക്കറിയാമല്ലോ, 2020യും BJP കൂടെ കൈകോർത്ത് ഒരുമിച്ച് പോകാൻ തീരുമാനിച്ച ദിവസമാണ്. അതിൽ രാജീവ് ചന്ദ്രശേഖറും 2020യുടെ സാബു ജേക്കബും വേറെ കുറച്ച് പേർ കൂടെ ഇരുന്ന് ഒരു വേദി പങ്കെടുത്ത് കണ്ടു. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഒരുപാട് വാഗ്ദാനങ്ങൾ കേരളത്തിൽ തരുന്നുണ്ട്. അതൊന്നും ഞാനെടുത്ത് പറയുന്നില്ല. എങ്കിലും എനിക്കൊരു ചോദ്യം രാജീവ് ചന്ദ്രശേഖരനോട്. എൻ്റെ സഹോദര, BJP ഇന്ത്യയിൽ ഏതെല്ലാം സംസ്ഥാനത്ത് ഭരണം നടത്തിയിട്ടുണ്ട്? അവിടെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി വരുത്തിയ വ്യത്യാസങ്ങൾ നിങ്ങൾ വരുത്തിയിട്ടുണ്ടോ? ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ കൊണ്ടുവന്ന ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഭരിച്ച സംസ്ഥാനത്ത് കൊണ്ടുവന്നിട്ടുണ്ടോ? തുറന്നു പറ. നിങ്ങളെ കൊണ്ട് സാധിക്കത്തില്ല. നിങ്ങളുടെ കൂട്ടർ മുഴുവൻ കൊള്ളക്കാരാണ്. അവരെ സംരക്ഷിക്കാൻ ചെയ്തിരിക്കാനൊക്കെ നിങ്ങൾക്ക് ഇപ്പം കേരളത്തിൽ വന്ന് കേരളത്തെ മുഴുവനെ ശരിയാക്കി പഴയ നിലയിൽ കൊണ്ടുവരും. അത് ശരി, നല്ലത് തന്നെ. നിങ്ങൾ ഇത് തന്നെ ചിന്തിക്കുക. ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ എന്തെല്ലാം പരിഷ്കാരങ്ങൾ വരുത്തി, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണ്, എല്ലാത്തിലും. നിങ്ങൾ ഭരിച്ച ഏതെങ്കിലും സംസ്ഥാനത്ത് വല്ലതും ഭരിച്ചിട്ടുണ്ടോ? നീയൊക്കെ കട്ടും മോട്ടിച്ചും അദാനിയെ സഹായിച്ചും എല്ലാം പോയതല്ലേ ഉള്ളൂ. ചന്ദ്രശേഖറും അത് തന്നെയാണ്. നേരത്തെ എവിടെ ഇരുന്നോ അവിടുന്ന് എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ ചന്ദ്രശേഖരനൊന്ന് പറയാമോ? ഇനി കേരളത്തെ അങ്ങ് രക്ഷിക്കാനായിട്ട് ഇറങ്ങിക്കുക. മക്കളെ, ഈ നല്ല കാര്യം ഇവിടെ ഈ സാബു ജേക്കബിനോട് ഞാൻ നേരത്തെ പറഞ്ഞു. സാബു ജേക്കബിന് ഒന്ന് പറയാമോ, എത്ര നാൾ BJPയുടെ കൂടെ നിൽക്കുമെന്ന്? BJPയുടെ പരിപാടിയൊന്നും സാബു ജേക്കബ് കണ്ടു കാണത്തില്ല. അതുകൊണ്ടാണ് കൈ കൊടുത്തത്. വേണ്ട, നിങ്ങൾ ഒരുമിച്ച് കേരളത്തെ പഴയ ഇപ്പം നോർത്ത് ഇന്ത്യയിലെ കോളം കൊടുത്തുകൊണ്ട് ഓരോ പ്രദേശവും കാണുന്നുണ്ടല്ലോ, അതുപോലെ കേരളത്തിലും ആക്ക്. പിന്നെ ചാണകം കൊണ്ടുപോവാ, ഗോമൂത്രം കൊണ്ടുപോവാ. വലിയ വലിയ പ്രശ്നങ്ങൾ നോക്കുന്നത് പശുക്കളെ കൊല്ലാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും കൂടുതൽ പശു ഇറച്ചി കയറ്റുമതി ചെയ്യുന്ന രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. അതെവിടുന്നാ? പോട്ടെ, ഞാനൊന്നും പറഞ്ഞ രാജീവ് ചന്ദ്രശേഖർ എല്ലാവിധ മംഗളും ഇറങ്ങി തിരിച്ചെടുത്ത് തിരിച്ചു കയറാതെ മുന്നോട്ട് പോവുക.